തൊഴിലാളിയായ അമിത്തിനെ പോലെ കൊടും ക്രൂര മണ്ണോ ചെളിയോ വേണ്ട ഒരു രോമത്തിൽ പോലും ഒരാളും തൊടാതെ വലിച്ചിറക്കി തുണി പോലും ഒട്ടുക്കാൻ സമയം കൊടുക്കാതെ ആ പാതിരാത്രി തന്നെ അറസ്റ്റ് ചെയ്യണം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയം പറയാനോ ഒരാളുടെ സൈഡ് പറയാനോ ഒന്നുമല്ല. പക്ഷെ രാവിലെ തന്നെ കണ്ണു തുറക്കുമ്പോ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞ മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പുള്ളിക്കാരൻ ഒരു തുണിയില്ലാതെ ഫുൾ പോലീസ് എസ്കോർട്ടോട് കൂടി നിന്ന് ഒച്ചയെടുക്കുന്നതാണ്. അതായത് ആള് പറയുന്നുണ്ട് എന്നെ തുണി എടുക്കാൻ അനുവദിച്ചില്ല, എന്നെ ഫുഡ് കഴിക്കാൻ അനുവദിച്ചില്ല. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഇനി ഇയാളെ എങ്ങാനും വല്ല ലോഡ്ജിൽ നിന്ന് വല്ല അനാശാസ്യത്തിന് പിടിച്ചോ, അല്ലെങ്കിൽ ഇനി ഇയാള് വല്ല കൊലപാതകോ മോഷണോ. അപ്പോഴും എന്റെ മനസ്സിലേക്ക് വന്നത് നമ്മളറിയുന്ന ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഞാൻ വേഗം ന്യൂസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് നോക്കി. കാരണം നമുക്കറിയണല്ലോ നമ്മുടെ പോലീസ് ഈ പാതിരാത്രിയിൽ ഓടി വന്ന് ഇത്ര തിടുക്കപ്പെട്ട് അവരുടെ ശുഷ്കാന്തിയൊക്കെ ഒന്ന് കാണണം. എങ്ങനെയെങ്കിലും നമ്മൾ പറയത്തില്ലേ ഇവര് കൊടും കുറ്റവാളികളെ അല്ലെങ്കിൽ തീവ്രവാദികളെയൊക്കെ പിടിക്കുമ്പോ ഇവരുടെ ഒരു ഉത്സാഹമൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ഇയാളെ ഇന്ന് തന്നെ പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടുപോയി മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള അവരൊരു തിടുക്കം, അവരുടെ ഒരു ഇൻട്രസ്റ്റ് കണ്ടപ്പോ അറിയാതെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. നിമിഷ നേരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടോ. പെട്ടെന്ന് ഞാൻ അഫാൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത 5 കൊലപാതകങ്ങള് 5 പേരെ ചുറ്റികയ്ക്ക് അടിച്ചു കൊന്നു. അവന് നമ്മുടെ പോലീസ് കൊടുത്ത ട്രീറ്റ്, അവൻ ചിക്കൻ കാല് ചോദിച്ച ചിക്കൻ കാല് കൊടുക്കും, അവന് കിടക്കാൻ മെത്ത, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ പോലീസുകാര് എന്തുകൊണ്ട് നമ്മുടെ മാതൃകാ പോലീസ് എന്തുകൊണ്ടാണ് ഷാജൻ സ്കറിയെ പോലെ ഒരു മാധ്യമ പ്രവർത്തകനെ തുണിയുരിഞ്ഞു നിർത്തുന്നത്? അപ്പൊ അയാൾ അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ചെയ്തിട്ട് വേണ്ടേ? അതാണ് ആദ്യം എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അപ്പൊ നമുക്ക് നിങ്ങളിൽ മിക്ക ആളുകളും കണ്ടതോ എനിക്ക് തോന്നിയ സെയിം ഫീലിങ്സ്. ഒരു വ്യക്തിനെ പാതിരാത്രി തുണി അഴിച്ച് റോഡിൽ നിർത്തുന്ന നമ്മുടെ പോലീസിന്റെ ഞാൻ ആ സീൻ ഒന്നുകൂടി കാണിക്കാം. നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. പക്ഷെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, അതുപോലെ തന്നെ ഒരു ചെറിയ കമന്റ്, അത് നമ്മുടെ വീഡിയോ മാക്സിമം ആളുകളിൽ എത്തിക്കാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ വീഡിയോ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യാനും, അതുപോലെ ശരിയോ തെറ്റോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ അത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ചെറിയ കമന്റ് ആയിട്ട് നിങ്ങളുടെ കുറച്ച് സമയം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. എല്ലാവരും കണ്ടാലും ഞാൻ ഒരുപാട് നീട്ടിയൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഒരു സാധാ പ്രേക്ഷക എന്ന നിലയില്, ഷാജൻ സ്കറിയയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയില് എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിച്ചു പോകുന്നു എന്ന് പറയുന്നില്ല. പക്ഷെ എന്താണ് നമ്മൾ കണ്ടത്? ഇവിടെ പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. അത് ശരിയോ തെറ്റോ എന്ത് തന്നെയെങ്കിലും ആകട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് കുറ്റകൃത്യങ്ങൾ, ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കേസുകള്, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പൊ അടുത്ത് നടന്ന കുറച്ച് മരണങ്ങൾ തന്നെ ഇങ്ങനെ എടുത്തു പറയാം. ഷൈനി എന്ന് പറയുന്ന സഹോദരിയും 2 മക്കളും, അതുപോലെ തന്നെ 1 മാസം പോലായിട്ടില്ല ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തിയും 2 കുഞ്ഞു മക്കളും. ഇവരൊക്കെ മരണപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ ഒരു പിടിയില്ല. ജിസ്മോളും കുഞ്ഞുങ്ങളും മരിച്ചതിന് ശേഷം ഒരു FIR ഇട്ട് ജിസ്മോളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ജിമ്മിയെ അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടില് 2-3 ആഴ്ച പിടിച്ചു. ഇപ്പോഴും അതിന്റെ ബാക്കി പ്രതികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംശയ നിഴലിൽ നിൽക്കുന്ന ആളുകളെ ഇതുവരെയും ചോദ്യം ചെയ്യാനൊന്നും പോലീസൊന്നും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പൊ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ക്രൈംസും കാര്യങ്ങളും നടക്കുന്ന സ്ഥലത്ത് ഒരാളുടെയും നമ്മൾ ഇതുപോലെ പാതിരാത്രി വീട് കയറി ആക്രമിച്ച് തുണി എടുക്കാതെയൊന്നും ഓരോരുത്തരെയും വലിച്ചിറക്കി റോട്ടിൽ നിർത്തുന്നത് കാണുന്നില്ല. അങ്ങനെയുള്ള നമ്മുടെ നാട്ടില്, കേരളത്തില് ഷാജൻ സ്കറിയെ പോലെ ഒരു മാധ്യമ പ്രവർത്തകനെ ഇത്ര ധൃതി പിടിച്ച് വലിച്ചിറക്കി തുണി പോലും ഒട്ടുക്കാൻ സമയം കൊടുക്കാതെ ആ പാതിരാത്രി തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് ആരുടെ അത്യാവശ്യമാണ്? അതയാളെ മനഃപൂർവ്വം അധിക്ഷേപിക്കാനും അപമാനിക്കാനും വേണ്ടി തന്നെയല്ലേ? ഞാൻ പറയട്ടെ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമല്ലേ, അല്ലാതെ അവിടെ പട്ടാള ഭരണമൊന്നും അല്ലല്ലോ.
നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന കുറെ മൗലിക അവകാശങ്ങളുണ്ട്. ഇന്നലെ വൈകുന്നേരം ഷാജൻ സ്കറിയെ പോലെ ഒരു വ്യക്തിയെ ആ റോഡിൽ തുണി ഉരിഞ്ഞുകൊണ്ട് നിർത്തത് അത് ആരാ ചെയ്തത്? നമ്മുടെ പോലീസുകാര്. മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസുകാർ തന്നെ ഇജാതി പരിപാടി കാണിച്ച ബാക്കിയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ചോദിക്കാണ്, ഇയാള് സത്യത്തിൽ ചെയ്ത കുറ്റം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തിക്ക് മുമ്പ് ഇതുപോലെ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞപ്പോ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി തന്നെ ഉണ്ടെന്നാ പറയുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് മുൻകൂറായിട്ട് അതിന് ഇൻഫർമേഷൻ കൊടുക്കണം. അതൊന്നും പാലിച്ചില്ലെന്ന് മാത്രമല്ല, ഇത്ര തിടുക്കപ്പെട്ട് ഇത്ര ധൃതിയില് അയാളെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തത്? ഇനിയിപ്പൊ ഇവര് പറയുന്നത് പോലെ അയാൾ ഒരു തെറ്റ് ചെയ്തെന്ന് തന്നെ വിചാരിക്കും, അയാളോട് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പറഞ്ഞാൽ അയാൾ വരത്തില്ലേ? അല്ല, കൊലപാതകമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാർ ഇതുപോലെ തന്നെ വരണം കേട്ടോ. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ അവർ ഒരിക്കലും ചെയ്യത്തില്ല. അങ്ങനെയുള്ള കേസുകളൊക്കെ 3-4 ആഴ്ച നല്ല വിശദമായി അന്വേഷിച്ച് എല്ലാവരോടും ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് വല്ല അസുഖങ്ങളൊക്കെ വീട്ടിലുണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടേ അങ്ങനെയുള്ള കേസില് FIR കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. പക്ഷേ ഷാജൻ സ്കറിയെ പോലെ ഒരു വ്യക്തിനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളോട് പറഞ്ഞാൽ അയാൾ ഡീസന്റ് ആയിട്ട് സ്റ്റേഷനിൽ വന്ന് ഹാജരാകും. എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. കാരണം നിയമങ്ങളൊക്കെ പാലിച്ച് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോ എത്ര വലിയ കുറ്റം ചെയ്താലും, എത്ര വലിയ കുറ്റം, അതായത് ഒരിക്കലും അയാള് ഈ പറഞ്ഞതുപോലെ ഒരു കൊലപാതകമോ ഒരു തീവ്രവാദിയോ ഒരു സ്ഥലത്ത് ബോംബ് വയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത്ര തിടുക്കപ്പെട്ട് ഒരു സ്ത്രീ ഒരു കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേരിൽ ഞാൻ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നില്ല. കാരണം അതിന്റെ സത്യാവസ്ഥ എനിക്കറിയത്തില്ല. പക്ഷെ ഇത്ര അപമാനിച്ച് ഇത്രമാത്രം മീഡിയാസിന്റെ മുമ്പിൽ ഇതുപോലെയൊക്കെ വിവസ്ത്രമാക്കി കൊണ്ടുപോകാൻ മാത്രം ഒരു കുറ്റം അയാൾ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പോലീസുകാർ ഇന്നലെ ആ നാടകം കളിച്ചത്? അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ ചെന്നു, അയാൾക്ക് മെഡിക്കലും പരിപാടിയും കഴിഞ്ഞ് ജാമ്യം കിട്ടി, അയാൾ വീട്ടിൽ പോന്നു. അപ്പൊ ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. അയാൾ ഇപ്പോഴും പറയുന്നു അയാൾ എന്തിനാ പിടിച്ചുകൊണ്ടേന്ന് അറിയത്തില്ല, എന്താണ് കേസ് എന്നറിയത്തില്ല, ഒരു ഇൻഫർമേഷൻ ഇല്ല. പോലീസുകാർക്ക് തോന്നിപ്പോ വൈകുന്നേരം കുറച്ച് സ്പെയർ ടൈം കിട്ടിയപ്പോ അവരെന്തൊരു എന്റർടൈൻമെന്റ് ഷോ ചെയ്ത പോലെ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. മനുഷ്യന്മാരെ എല്ലാവരും വിഡ്ഢികളാക്കിക്കൊണ്ട് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന നിയമപാലകര് ഒരുപാടൊന്നും ചോദിക്കുന്നില്ല. ഷാജൻ സ്കറിയെ പോലെ എല്ലാവരും അറിയുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ സ്ഥിതി ഇതാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധാരണക്കാരായ നമ്മളുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ കണ്ട വീഡിയോയില് ഒരു സ്ക്രിപ്റ്റ് ആരെ തയ്യാറാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്താലേ അവനൊരു പാഠം പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവനെ ഒന്ന് നാട്ടിച്ച് എല്ലാ ആളുകളുടെ മുമ്പിൽ അങ്ങനെ ആര് പറഞ്ഞു വിട്ടതുപോലെയായിരുന്നു നമ്മുടെ സാറന്മാര് വന്നത്. കാരണം ഇങ്ങനെ നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് തന്നെ പറയണം. അപ്പൊ എല്ലാരും അറിയുന്ന അയാളെ നാട്ടുകാരെ മുമ്പിൽ തുണി അയച്ച് നിർത്തിയപ്പോ ആർക്കൊക്കെയോ എന്തോ ഒരു സുഖം ലഭിച്ച മാതിരി, ഒരു ചെറിയ സന്തോഷം കിട്ടിയ മാതിരി. കാരണം അതിന്ന് അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, പിന്നെ മെഡിക്കല് പരിപാടി കഴിഞ്ഞു തിരിച്ച് ജാമ്യം എടുത്ത് അയാൾ പോകുന്നു. നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കണം കേട്ടോ. വലിയ കൊലപാതകം ചെയ്ത ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഞാൻ വീണ്ടും ഉദാഹരിച്ച് തന്നെ പറയാം. കാരണം നമ്മുടെ വിജയകുമാർ എന്ന് പറയുന്ന ഒരു ബിസിനസ്കാരനും അയാളുടെ ഭാര്യയും ഇപ്പൊ അടുത്ത് കൊല ചെയ്യപ്പെട്ടു. അത് അയാളെ കൊന്നത് ഒരു ആസാം സ്വദേശിയാണെന്നാണ് പറയുന്നത്. ആസാം സ്വദേശിയായ അമിത് എന്ന് പറയുന്ന വൃത്തികെട്ടവനെ തെളിവെടുപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോലീസ് പല സ്ഥലങ്ങളിലും കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? അവന്റെ മേത്തൊന്നും ഒരു മണ്ണോ ചെളിയോ വേണ്ട, ഒരു രോമത്തിൽ പോലും ഒരാളും തൊടാതെ അവനെ വളരെ മാന്യനായ വസ്ത്രം ധരിപ്പിച്ച് എന്തോ ബഹുമതി കിട്ടിയ പോലെയാണ്, ഒരു അവാർഡ് കിട്ടിയ പോലെ, ഒരു ജനങ്ങളും അവനെ ടച്ച് ചെയ്യാത്ത രീതിയിലൊക്കെ പോലീസുകാര് കൊടും കുറ്റവാളികളെ കൊണ്ട് നടക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഷാജൻ സ്കറിയെ പോലെ ഒരു വ്യക്തിയെ ഒരു തുണി പോലും ഉടുക്കാൻ സമയം കൊടുക്കാതെ അവരുടെ വയസ്സായ മാതാപിതാക്കന്മാരുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അമിത്തിനെ പോലെയുള്ള കൊടും ക്രൂരത ചെയ്യുന്ന കൊലയാളികള് അവർക്കൊക്കെ നമ്മുടെ രാജ്യത്ത് ഒരു രാജാവിനെ പോലെ ഒരു സ്ഥാനമുണ്ട്. പക്ഷേ ഷാജൻ സ്കറിയെ പോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന് ഇവിടെ ഒരു പട്ടിയുടെ വില പോലുമില്ല.
ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ ഇത്രമാത്രം പോലീസുകാര് ഇൻക്ലൂഡിങ് വലിയ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ അറസ്റ്റിന് പിന്നില്. ആ സമയം എന്തെങ്കിലും കാര്യമായ കാര്യങ്ങൾക്ക് കുറ്റം ചെയ്ത ഏതെങ്കിലും കുറ്റവാളികളെ പിടിക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര ഉപകാരമായിരുന്നു. എന്തുകൊണ്ടാണ് കേരളം നന്നാവാത്തത്? കേരളം നന്നാവാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. കേരളത്തിൽ നമുക്ക് ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സേഫ് ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? സത്യമൊക്കെ ഉപേക്ഷിച്ച് തെണ്ടിത്തരങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുക. അത് മാത്രമേ ജയിക്കുള്ളൂ. സത്യം, നീതി ഇതിനൊന്നും ഒരു വിലയില്ല. പുല്ല് വില, അത്രമാത്രം.